ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയാലോ? അങ്ങനെ പോയതാണ് ഈ യാത്ര. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളിങ്ങനെ പെട്ടെന്നൊരു പ്ലാനിൽ പോകുന്നതാണ്. ഇവിടെ ആറ്റിങ്ങലിലായിരുന്നു ബസ്, ആറ്റിങ്ങലിൽ നിന്നായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ബസ്സൊക്കെ കയറി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിൽപ്പാണ്. ഇവിടേക്ക് ഒട്ടും തീരെ വയ്യാതെ പോവുകയാണ്. വോമിറ്റിങ്ങും ലൂസ് മോഷനും പെട്ടെന്ന് എന്തോ പറ്റിയിട്ടൊക്കെ യൂറിൻ ഇൻഫെക്ഷനും ഒക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷെ എനിക്ക് പോവാതിരിക്കാൻ മനസ്സ് വന്നില്ല. കാരണം പിറ്റേ ദിവസം ഗുരുവായൂരാണ് ഫസ്റ്റ് പോകുന്നത്. പിന്നെ മുത്തപ്പൻ, അതൊന്നും മിസ്സാക്കാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, പോവാന്ന്. രാവിലെ എഴുന്നേറ്റു, ഗുരുവായൂർ ഒരു റൂമെടുത്തു, ഫ്രഷപ്പായിട്ട് നമ്മൾ ആ ഗുരുവായൂരേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിർമ്മാനം തൊഴാൻ. അപ്പോൾ ആനേനെ കണ്ടു. ഭയങ്കര നല്ല രസമായിരുന്നു. വെളുപ്പിനെ നല്ല 5:45 ടൈമാണിത്. നല്ല ചെറിയ മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് പെയ്തു പോകുന്നുണ്ട്. നല്ലൊരു വൈബായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നടയിലോട്ടൊക്കെ എത്തുന്ന ടൈമൊക്കെ എനിക്ക് ഭയങ്കര അകത്തുനിന്ന് ഭയങ്കര ഫീലിങ്സ് ഭയങ്കര നല്ലതായിരുന്നു. ഗുഡ് വൈബ് എന്നൊക്കെ പറയില്ല, അങ്ങനെ എനിക്ക് എന്തൊക്കെ പറയേണ്ടത്, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര രസമായിരുന്നു. പിന്നെ താമരയും മറ്റേ എന്തോ കായും എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് മേടിച്ചു. അതിങ്ങനെ ഞാൻ തന്നെ ആ ചേട്ടനോട് ഞാൻ തന്നെ എടുക്കാറ്, ഞാൻ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുമായിരുന്നു. നല്ല രസമാട്ടോ അവിടെ അറ്റ്മോസ്ഫിയർ ഫുൾ ആ അമ്പലത്തിലെ പാട്ടും ഭയങ്കര എന്തോ രസം. രാവിലെ ഒരു ഭയങ്കര ഫീലായിരുന്നു. അങ്ങനെ താമര ഇതാക്കി അകത്ത് വയ്ക്കില്ല. നമ്മൾ മുമ്പെല്ലാം പോകുമ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുക്കില്ല, എല്ലാം പുറത്താണ് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഒന്നും മേടിച്ചില്ല. പക്ഷേ ഇപ്പം നമ്മളിത് കൊടുത്തതെല്ലാം ഉള്ളിലാണ് കൊടുത്തത്, നടയുടെ അവിടെ തന്നെ വെച്ചതല്ല. പക്ഷെ പണ്ടെല്ലാണെങ്കിൽ പുറത്താണ് വയ്ക്കുന്നത്. ഇപ്പം എന്തോ അറിയില്ല. അങ്ങനെ ക്ലോക്ക് റൂമിൽ ഫോണും കൊടുത്തിട്ട് തൊഴുതു. വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, അന്നേ തൊഴുവാൻ പറ്റി. ഇറങ്ങിയിട്ട് മസാല ദോശ കഴിച്ചു. ഞാൻ നെയ്യ് റോസ്റ്റും, അമ്മ മസാല ദോശയും കഴിച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, കഴിച്ചു. വയ്യാത്തതുകൊണ്ട് എനിക്ക് പേടിയാണ് ഫുഡ് കഴിച്ചിന് വയ്യാതെ ആവുമോ എന്നൊക്കെ. എന്നിട്ട് ഇറങ്ങി വീണ്ടും ഫ്രണ്ടിൽ കുറേ പേര്, കുറച്ച് ദിവസം നല്ല കല്യാണമൊക്കെ, 2-3 കല്യാണമൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ, അതിൻ്റെ തിരക്കുണ്ട്. പിന്നെ ഈ കുട്ടി ഷോപ്പിംഗ് കാണുമല്ലോ, അവിടെയെല്ലാം ഗസ്റ്റ് ഒന്ന് കയറി തല കാണിച്ച് എല്ലാം നോക്കും, പക്ഷെ ഒന്നും എടുത്തില്ല. അങ്ങനെ ഇറങ്ങി. അങ്ങനെ പിന്നെ അലുവ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അലുവ മേടിക്കാൻ വിചാരിച്ചിട്ട് അലുവയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അമ്മൂമ്മ കാണിക്കട്ടെ, പാവാണ്. ഹായ് പറ, ഹായ് പറ, യൂട്യൂബ് ഇടേ. പിന്നെ അലു എനിക്ക് ഇതാണെന്ന് തോന്നിയത് ഫ്ലേവർ മേടിച്ചിടുന്നു. എടുക്കാൻ ഇവിടെ ഒരാൾ വായും തുറന്ന് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഫസ്റ്റ് കൊടുത്തു. അതിന് ഞാൻ ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. ഇത് മൈദേൻ്റെ വേണ്ടാന്ന് വിചാരിച്ചിട്ട്